പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബിനോയ് തൃപ്പൂണിത്തുറ. ചേട്ടങ്ങളുടെ ഈ ഇടയ്ക്ക് കണ്ട ഒരു പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബൈസൺട്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തൃപ്പൂണിത്തുറയിൽ പലരെ ആദരിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ പള്ളിയിൽ ആരാണ് ആദരിക്കുന്നത്? സഭയിൽ നിന്നും വിലക്കിയ കൂതാശ വിലക്കുള്ള ഒരു ആഭാസനായ വൈദികന്റെ നേതൃത്വത്തിലാണ് ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. വളരെ അപൂർവം ആൾക്കാർ മാത്രമേ അതിൽ പങ്കെടുക്കുന്നുള്ളൂ. കാരണം അതിൽ നിന്നും വരുമാനം ഇപ്പോൾ കട്ടുമോഷ്ടിക്കുന്ന ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ട് വെച്ചിട്ട് തോന്നുന്ന പോലെ ഇഷ്ടത്തിന് പൈസ എടുത്ത് ചെലവാക്കുന്ന, വീടുകളിലേക്ക് പൈസ കൊണ്ടുപോകുന്ന കുറച്ച് ആളുകളുടെ ഒരു സംഘം ചേർന്ന് നടത്തുന്ന ഒരു പരിപാടി. പക്ഷെ അവിടെ ഒരു തെറ്റുണ്ട്. ഇവൻ പറഞ്ഞ ഒരു വാക്കുണ്ട് അതിനകത്ത്. സീറോ മലബാർ സഭയെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പുണ്ടായ പള്ളി എന്നാണ് ഇവൻ പറഞ്ഞത്. പ്രിയ സുഹൃത്തെ, നീ ആദ്യം ചരിത്രം മനസ്സിലാക്കണം. കാരണം പാരമ്പര്യം നിനക്കില്ല, പക്ഷെ ചരിത്രം മനസ്സിലാക്കണം. 1788 ആദ്യമായിട്ട് റോമിൽ കർദിനാൾമാരുടെ ഒരു യോഗത്തിൽ വെച്ച് ഈ സീറോ മലബാർ സഭ എന്ന് പറയുന്ന ഒരു പരാമർശം അല്ലെങ്കിൽ ആ പേര് പുറത്തേക്ക് വന്നത്. അതായത് സുറിയാനി പാരമ്പര്യത്തിൽ ജീവിക്കുന്ന മലബാറിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അവർ തുടങ്ങിയ ഒരു പേരായിരുന്നു അത്. അതിനുശേഷം 1887 ലിയോ 13 മാർപ്പാപ്പയാണ് ഔദ്യോഗികമായിട്ട് നമ്മുടെ സഭയ്ക്ക് സീറോ മലബാർ സഭ എന്നുള്ള പേര് പ്രഖ്യാപിച്ചത്. ഇത്രയെങ്കിലും വിഡ്ഢിയായ നീ ഒന്ന് മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിലൊക്കെ തൃപ്പൂണിത്തുറയിൽ പള്ളി ഉണ്ടായിരുന്നോ? തൃപ്പൂണിത്തുറ പള്ളി സീറോ മലബാർ സഭയിലായിരുന്നോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഈ പള്ളിയുടെ 200 വർഷത്തെ ചരിത്രത്തിൽ വെറും 60 വർഷമാണ് കള്ളത്തരത്തിൽ അന്നത്തെ ഒരു മെത്രാൻ, എറണാകുളംകാരനായ മെത്രാൻ, ഒരു അധികാരികളുടെ സമ്മതവുമില്ലാതെ ഇവിടെ ഈ ജനാബിക കുർബാന, അത് ഒരു അംഗീകാരമില്ലാത്ത ജനാബിക കുർബാന നടപ്പിലാക്കിയത്. അതിനു മുമ്പ് നമ്മുടെ പൂർവികരും നമ്മുടെ കാരണവന്മാരും ഈ സുറിയാനി കുർബാന, അതായത് അൽത്താരാബിക കുർബാന തന്നെയായിരുന്നു ഈ തൃപ്പൂണിത്തുറ പള്ളിയിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് ഈ പള്ളിയുടെ പാരമ്പര്യം. അത് മാത്രമല്ല, അതിനുശേഷവും ഈ പാരമ്പര്യം നിലനിർത്താനായിട്ട് നമ്മുടെ പള്ളിയിലെ എല്ലാ പെരുന്നാളുകൾക്കും വർഷങ്ങളോളം ഞാനും അതിന് കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അന്ന് മാത്തൻചേട്ടൻ കപ്പേരായിരുന്ന കാലത്ത് സുറിയാനി കുർബാന അതിന്റെ ഭംഗിയോടുകൂടി ഇവൻ പറഞ്ഞ പാപ്പമാഷിന്റെ സാന്നിധ്യത്തിൽ അന്ന് വളരെ ഭംഗിയോടുകൂടി നമ്മുടെ പള്ളിയിൽ നടത്തിയിരുന്നു. അന്ന് സുറിയാനി കുർബാനയ്ക്ക് വേണ്ടി വെള്ളി ധൂപക്കുറ്റിയും വെള്ളിക്കുരിശും വെള്ളി കെട്ടിയ ആഭരണ അടയാളങ്ങളോട് കൂടിയ നമ്മളുടെ അച്ഛന്മാരുടെ വസ്ത്രങ്ങളും ഈ പള്ളിയിലുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ ഇവന്മാർ വിറ്റ് തൊലയ്ക്കുകയോ കട്ടുമോഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ഇന്നതൊന്നും ഉണ്ടാവില്ല. കാരണം അന്നത്തെ ആ ഡ്രസ്സിന്റെ വില തന്നെ വിലമതിക്കാനാകാത്ത ഡ്രസ്സാണ്. ലക്ഷങ്ങൾ വില വരുന്ന ആ ഉടുപ്പ് തന്നെ വലിയൊരു ഭാരമുള്ള ഉടുപ്പാണ്. മരവുരി പോലത്തെ ഒരു ഉടുപ്പായിരുന്നു. ഇതൊക്കെ ആ പള്ളിയിൽ വന്നാൽ മാത്രമേ, കുർബാനയ്ക്ക് കൂടിയാൽ മാത്രമേ, കുർബാനയെ സംബന്ധിച്ചാൽ മാത്രമേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഏതോ ഒരു സമയത്ത് CLCയുടെ ഇലക്ഷനിൽ തോറ്റുപോയെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ വൈദികനെതിരെ ഒരു പെണ്ണ് കേസും ഒരു പെണ്ണിനെയും കൂട്ടി അപവാദം പറഞ്ഞ് നോട്ടീസ് ഇറക്കിയതിന്റെ പേരിൽ അന്ന് ഈ ചേട്ടങ്ങളെ അന്നത്തെ ആളുകൾ അടിച്ചിറക്കിയതാണ് പള്ളിയിൽ നിന്നും. അതിനുശേഷം പുതിയടം എന്ന് പറയുന്ന വികാരി അച്ഛനായി വന്ന സമയത്താണ് ഇവൻ തിരിച്ച് ഈ പള്ളിയിലേക്ക് വരുന്നത്. അതുവരെ ഈ പള്ളിയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഈ ചേട്ടങ്ങളിന് ഒരു ബോധവും വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇവന് സാമ്പത്തിക ബാധ്യതകൾ വന്നപ്പോൾ ഈ പള്ളിയിൽ കൂടെ പ്രവർത്തിച്ചാൽ, പള്ളിക്കെതിരെ പ്രവർത്തിച്ചാൽ ഇവന് കിട്ടുന്ന സാമ്പത്തിക ലാഭം കണ്ടുകൊണ്ട് മാത്രമാണ് ഇവൻ ഈ സഭാ വിഷയങ്ങളിൽ ഇടപെടാനും സഭയ്ക്കെതിരെ പെരുമാറാൻ തുടങ്ങിയത്. ഇവനെപ്പോലത്തെ കള്ളന്മാരിറക്കുന്ന, കള്ളന്മാർ പടച്ചുവിടുന്ന വിഡ്ഢിത്തരങ്ങൾ കേട്ട് കൈയടിക്കാൻ കുറച്ച് ആളുകൾ ഞങ്ങളുടെ ഇടവകയിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടെന്നുള്ളത് വളരെ കഷ്ടമാണ്. കാരണം ഇതിന് വിവരം എന്ന് പറയുന്ന സംഭവം വേണം. വിവരമില്ലാത്തവർ മാത്രമാണ് ഇവന്റെ ഈ കള്ളത്തരങ്ങൾ കേട്ട് കൈയടിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് നല്ലൊരു പാരമ്പര്യമുണ്ട്, നല്ലൊരു ശക്തിയുണ്ട്, നല്ലൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ തകർത്ത് നമ്മളുടെ സമ്പത്തും നമ്മളുടെ കൂട്ടായ്മയും നമ്മുടെ പള്ളികളും നമ്മുടെ സ്ഥാപനങ്ങളും കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഒരേ ഒരു മാർഗമാണ് ഈ കുർബാന പ്രശ്നമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക. നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.